തീർച്ചയായും എല്ലാ ഇന്ത്യക്കാരെ പോലെയും ഇന്ത്യൻ ടീമിന് തന്നെയാണ് വിജയ സാധ്യത എന്നാണ് സാധാരണ ഈ കളിക്കളത്തിൽ പരിചയമുള്ളവർ വിജയ സാധ്യതകൾ ടീമിന്റെ പ്രകടനത്തെ ആധികാരികമാക്കിയാണ് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബിജു ജോർജിന്റെ പ്രതികരണവും വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശം ഒരു ബാർട്ടർ ചേഞ്ച് ഉണ്ടാകുന്നത് നല്ലതായിരിക്കും എന്നതാണ്. അവിടെയാണ് ഹരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പിച്ച് തയ്യാറാക്കുമ്പോൾ അതൊരു ബാറ്റിംഗ് പിച്ചിലേക്ക് മാറ്റുക എന്നത്. തീർച്ചയായും ഒപ്പം നവമി കൂടി പങ്കുചേരുന്നുണ്ട് ഈ ഘട്ടത്തിൽ. നവമി, എല്ലാവരുടെയും കണ്ണുകൾ അഹമ്മദാബാദിലേക്ക് ആണ്. പ്രത്യേകിച്ച് ക്രിക്കറ്റിന്റെ ഒരു ക്യാപ്സൂൾ രൂപത്തിലേക്ക് പോകുമ്പോൾ അവിടെ റൺമഴ പെയ്യ്ക്കുക എന്നതാണ് എപ്പോഴും ക്രിക്കറ്റിന്റെ ഒരു ആവേശം എന്നത്. അതിനുള്ള സാധ്യതകൾ ഉള്ള ഒരു ടീം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടേത് എന്ന് പറയുമ്പോഴും അഹമ്മദാബാദാണ് സ്റ്റേഡിയം എന്നതുകൊണ്ടാണ് അത് എത്രത്തോളം പ്രാക്ടിക്കലാണ് അല്ലെങ്കിൽ വലിയൊരു സ്കോറിലേക്ക് പോകുമോ എന്നതിൽ ഒക്കെയുള്ള സംശയം. എന്തായാലും കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകർ എന്താണ് പ്രതീക്ഷിക്കുന്നത്, എന്താണ് അവർക്ക് പറയാനുള്ളത് നവമി? അഭിലാഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറ ബോയ്സ് സ്കൂളിലെ ഗ്രൗണ്ടിലാണ്. ഇവിടെ ആവേശകരമായിട്ടുള്ള മറ്റൊരു മത്സരം നടക്കുകയാണ്. അതിന്റെ ആളുകളൊക്കെ ഇവിടെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറെ നേരമായിട്ട് ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇവിടെ ഇത്രയും ആവേശമാണെങ്കിൽ നമ്മുടെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ എത്രമാത്രം ആവേശമായിരിക്കും ഇന്നത്തെ ദിവസം ഉണ്ടാവുക. പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ ആവേശകരമായിട്ടുള്ള, വളരെ ക്രൂഷ്യൽ എന്ന് പറയുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇന്നത്തേത്. ഇന്ന് 7 മണിയാവാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. മലയാളികളെ സംബന്ധിച്ച് ഇരട്ടി സന്തോഷം. നമ്മുടെ എല്ലാം സ്വന്തമായിട്ടുള്ള സഞ്ജു സാംസന്റെ കളി ഇന്ന് കാണുക എന്നുള്ളതാണ്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും സഞ്ജുവിന്റെ വലിയ തിരിച്ചുവരവായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ സഞ്ജുവിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ മലയാളികളും വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. സഞ്ജുവിന്റെ ഒരു പെർഫോമൻസിന് വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത്. അതും പ്രതീക്ഷിക്കുന്നുണ്ട്. മിക്കവാറും ഒരു മാൻ ഓഫ് ദി സീരീസ് ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹത്തിന്. നല്ലൊരു കളിക്കാരനാണ്. അദ്ദേഹത്തിന് കിട്ടിയ അവസരം അദ്ദേഹം ഇപ്പോൾ വിനിയോഗിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അദ്ദേഹം തന്നെ കളിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും കളി കാണാൻ നിൽക്കുന്നത്. എങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ ഒരു പെർഫോമൻസ് ഏത് വിധത്തിലാണ്? ഇന്ന് നല്ല രീതിയിലായിരിക്കും പെർഫോം ചെയ്യുന്നത്. ഇത്ര നാളത്തെ കോൺഫിഡൻസും അവരുടെ ഒത്തൊരുമയും എല്ലാം കൂടെ കൂടുമ്പോൾ ഇന്ന് അവർ ജയിക്കും, പൂർണ്ണമായിട്ടും ജയിക്കും. യാതൊരു സാധ്യതയില്ല തോക്കാനായിട്ട്. ഞങ്ങളുടെ അഭിപ്രായം അത് തന്നെയാണ്. എനിക്കൊരു ആവേശം ഇല്ലല്ലോ. ഞങ്ങളുടെ ആവേശം ഞങ്ങളിപ്പോ പോയി, ഞങ്ങളൊരു കളി കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കും. നിങ്ങൾ ആരാ? നല്ല ബാറ്റ്മാനും ബോളറും? ബാറ്റ്സ്മാൻ എല്ലാവരും ബാറ്റ്സ്മാൻമാരുമാണ്, ബോളർമാരുമാണ്. ഇന്ത്യൻ ടീമിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടം? എനിക്കിപ്പോ സഞ്ജുവിനെയാണ്. ഇപ്പൊ സഞ്ജുവിനെ തന്നെയാണ്. എനിക്ക് എന്നെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ഈ സർക്കാർ സർവീസിൽ നിന്ന് കഴിഞ്ഞ ദിവസം റിട്ടയർ ചെയ്താണ്. ഇന്ന് ആദ്യമായിട്ട് വീണ്ടും കളിയിൽ ഇറങ്ങി. ഫസ്റ്റ് കളിയിൽ തന്നെ 50 അടിച്ചു. മാൻ ഓഫ് ദി മാച്ച് ആയി. അടിപൊളി അടിപൊളി. താങ്ക് യു. അപ്പൊ ചേട്ടാ, ഇത് എങ്ങനെയായിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു ഇന്ത്യൻ ടീമിലെ പെർഫോമൻസ്? ഇന്ത്യ ഇന്ന് അടിപൊളി കളി ജയിക്കും. ഒരു 220 അടിച്ച് നമ്മൾ ബാറ്റ് വേണമെങ്കിൽ 220 അടിക്കും. നമ്മൾ ജയിക്കും. എന്തായാലും ഇന്ത്യ ജയിക്കും. സഞ്ജു സെഞ്ചുറി അടിക്കും? സെഞ്ചുറി അടിക്കും തോന്നുന്നില്ല. ഇല്ല, 50 മുകളിൽ അടിക്കും. 50 മുകളിൽ അടിക്കും. അങ്ങനെയാണ് നമ്മുടെ പ്രതീക്ഷ. അഭിഷേക് ശർമ്മ ഇന്ന് അടിക്കും. ഇന്ന് ബാറ്റ് ചെയ്യും. ബാറ്റ് ഉറപ്പാണ്. കുറച്ച് ദിവസങ്ങളായി അഭിഷേക് ശർമ്മ ഇന്ന് കളിക്കും. ഫൈനലിൽ കളിക്കും അഭിഷേക് ശർമ്മ, ഉറപ്പാണ്. അഭിഷേകിന്റെ ഒരു തിരിച്ചുവരവ് ഉറപ്പായിട്ടുണ്ടാവും. ചേട്ടാ, കളി ഇന്ന് 50-50 ആണെങ്കിലും ഇന്ത്യക്ക് ഒരു മേൽക്കൈ ഉണ്ട്. പക്ഷേ എന്നാൽ ന്യൂസിലാൻഡ് എന്ന് വെച്ചാൽ കിട്ടുന്ന ഫീൽഡിങ് ഭയങ്കര പെർഫോമൻസ് ആണ്. അതിപ്പോൾ ലോകത്തിലെ ഫീൽഡർമാരൊക്കെ അതിൽ തന്നെയാണ് ഇപ്പോൾ ഇത് ചെയ്യണത്. അതുകൊണ്ട് 4 ബാറ്റ്സ്മാൻമാർ, ഒരു 3 ബാറ്റ്സ്മാൻമാർ ഇൻഫോം ബാറ്റ്സ്മാരാണ്. പിന്നെ ഇന്ത്യയുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ സഞ്ജു സാംസണിൽ മാത്രമല്ല, ബുംറയിലും കൂടി ഉണ്ട്. ഡെത്ത് ഓവർ എറിയാനുള്ള ഏറ്റവും വലിയ കഴിവ് ബുംറക്കാണെന്ന് വെച്ചാൽ കഴിഞ്ഞ കളി നമ്മൾ വീക്ഷിച്ചാണ്. ബുംറ ആ ഓവർ എറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് സഞ്ജു സാംസൺ മാൻ ഓഫ് ദി മാച്ച് ഒന്നും കിട്ടാൻ പോകണമെന്നില്ല. സഞ്ജു തന്നെ അത് പറയുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ ഫീൽഡിങ്ങും പിന്നെ ഇപ്പൊ ശർമ്മ അവരൊന്നും ഫോമല്ലെങ്കിൽ ഇത് കളിയാണ് എപ്പോഴും ഫോം ആവാം. അപ്പൊ ഫസ്റ്റ് ഒരു 5 ഓവേഴ്സിൽ അറിയാൻ പറ്റും നമ്മുടെ കളിയുടെ ഒരു നിലവാരമൊക്കെ. ഓക്കെ, വരുണും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ 2 മത്സരങ്ങളിലും വരുണും അല്പം ഫോം ആയിരുന്നില്ല. നല്ല റൺസ് എടുത്തു അവര്. ശരിയാണ്, കുറച്ചുപേര് ഫോം ഔട്ടായി. പക്ഷെ അപ്പൊ സഞ്ജു ഫോമായി. ആരെയൊക്കെ ബാറ്റ് ചെയ്തവര് ഒരു ഇവൻ പറഞ്ഞിട്ട് തന്നെ 200 റണ്ണിന്റെ ടാർഗറ്റ് ഉണ്ടെങ്കിൽ ബോളിംഗ് സൈഡാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വീക്കായിട്ട് ഇന്ത്യനെ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ മുംബ്ര മാത്രമേ ഉള്ളൂ നന്നായിട്ട് ബോളറാണ്. ബാക്കി ബോളേഴ്സിന്റെ മാറ്റി കുൽദീപ് വരാനൊരു സാധ്യതയുണ്ടോ? ഉണ്ട്. കുൽദീപിനെ ഇറക്കണം. അതാണ് ഇന്നത്തെ മാച്ചിന്റെ ഏറ്റവും വലിയ നമ്മള് അവരെ ഇറക്കേണ്ടത്. കുൽദീപിനെ ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ് പെർഫോമൻസ് വെച്ചാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇന്ത്യനെ അത് ബാധിക്കും. ചേട്ടാ, എങ്ങനെ നമ്മുടെ മത്സരം ടീമിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമോ? മാറ്റം ഇന്ന് വരാൻ വലിയ ചാൻസ് ഇല്ല. നിങ്ങളുടെ ടീമിന്റെ ഇത് ഇട്ടനുസരിച്ച് ഒരു മാറ്റത്തിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ലാസ്റ്റ് സ്റ്റേജിൽ വല്ല മാറ്റുവാണെങ്കിൽ, പക്ഷെ കുൽദീപ് കളിക്കുകയാണെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത്.
പിന്നെ വരുൺ ചക്രവർത്തി ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു പ്ലെയർ തന്നെയാണ്. കഴിഞ്ഞ തവണ പുള്ളിക്ക് ഒരു ചെറിയ മോശം പ്രകടനം പറ്റി, എന്നാലും ഇത്തവണ ചിലപ്പോൾ പുള്ളി നന്നായിട്ട് കളിക്കുമായിരിക്കും. പക്ഷെ എന്തായാലും ഇന്ത്യ ജയിക്കുമെന്ന് ഉറപ്പാണ്. എല്ലാവരും പ്രതീക്ഷ അത് തന്നെയാണ്. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ് അതിന് വേണ്ടി. അതെ, എന്തായാലും ഇവിടെ സ്ക്രീനിങ് ഉണ്ടോ? നിങ്ങൾ എല്ലാവരും ഗ്രൗണ്ടിൽ നിന്നാണോ കാണുന്നത്? അതോ പല മേഖലയിലുള്ള ആളുകളാണ്. അപ്പൊ പല സ്ഥലത്തും ഇങ്ങനെ സ്ക്രീനിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ പോയിരുന്നിട്ട് കൂട്ടമായിട്ടിരുന്ന് കാണും. അതൊരാവേശമാണ്. അതിനെ തീർച്ചയായിട്ടും എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ്. എങ്ങനെ ഇന്നത്തെ മത്സരത്തെ നമ്മൾ എത്രമാത്രം ആവേശത്തോടു കൂടി നോക്കാം? ആവേശത്തിന് യാതൊരു കുറവുമില്ല. എല്ലാവരും അത്യാവേശത്തോടു കൂടിയാണ്. പിന്നെ പ്രത്യേകിച്ച് ന്യൂസിലാൻഡിന് വേൾഡ് കപ്പിൽ ഒരു മേൽക്കൈ ഉണ്ടെങ്കിലും അല്ലാത്ത കളികളിൽ ഇന്ത്യ തന്നെയാണ്. വേൾഡ് കപ്പ് അല്ലാത്ത കളികളിൽ ഇന്ത്യക്ക് തന്നെയാണ് മേൽക്കൈ. പിന്നെ എന്നെന്ന് ഇന്ത്യൻ ടീമില് ഫൈനലിൽ ഒരു മലയാളി ഉണ്ടായിട്ടുണ്ടോ? ഇന്ത്യ കപ്പടിച്ചിട്ടുണ്ട്. ഇന്ന് സഞ്ജു ഉണ്ട്. ഇന്ത്യ ഉറപ്പായിട്ടും കപ്പടിക്കും. അത്ര വിശ്വാസമാണ് ഞങ്ങൾക്ക് അതില്. ബാക്കി കളികളുടെ നേരത്തെ പറഞ്ഞ പോലെ പവർ പ്ലേ ആണ് തീരുമാനിക്കുന്നത് കളി എവിടേക്ക് പോകുന്നു എന്നുള്ളത്. പവർ പ്ലേ, പിന്നെ പിച്ചിന്റെ ക്വാളിറ്റി, സ്പിൻ ജിയോ മിക്കവാറും നല്ലൊരു പേസി പിച്ച് ആവാനാണ് സാധ്യത. ന്യൂസിലാൻഡ് കാനഡ മത്സരം സൗത്ത് ആഫ്രിക്ക കാനഡ മത്സരം ഇതേ പിച്ചിലാണ് നടന്നതെന്നാണ് മനസ്സിലായത്. അപ്പോൾ നല്ല പേസി ആയിട്ടുള്ള ഒരു പിച്ചായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് എന്തായാലും മേൽക്കൈ തന്നെയാണ്. അമ്പലത്തിലെ പൂജാരിയാണ്. അപ്പൊ ഇന്ന് ഇന്ത്യക്ക് വേണ്ടി ഉറപ്പായിട്ടും കഴിഞ്ഞ ഇംഗ്ലണ്ടായിട്ടുള്ള മത്സരത്തിന്റെ സമയത്ത് ഞാനൊരു പൂജയിലായിരുന്നു. വളരെയധികം പ്രാർത്ഥിച്ചു തന്നെയാണ് ചെയ്തത്. എന്നും എക്കാലത്തും ഞാൻ കുട്ടിക്കാലം മുതലേ തന്നെ ക്രിക്കറ്റായിട്ട് അത്രയും ബന്ധമുള്ളതാണ്. അപ്പോൾ എന്നും ഈശ്വരന്മാരുടെ ഒരു അനുഗ്രഹവും പ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ്. എത്ര നമ്മൾ പ്രയത്നിച്ചിട്ടും കാര്യമില്ല, ഈശ്വരന്റെ അനുഗ്രഹവും കൂടി. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി പ്രാർത്ഥിക്കും. അത് ഉറപ്പായിട്ടും അത് ഇന്ത്യ തീർച്ചയായിട്ടും. സഞ്ജു നമ്മുടെ കേരളത്തിന്റെ മുത്താണ്. ആദ്യം കുറച്ച് കളികൾക്ക് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയില്ലെങ്കിലും കിട്ടിയ അവസരം അദ്ദേഹം മുതലാക്കി. അദ്ദേഹത്തിനോടുള്ളൊരു ഞങ്ങൾക്കുള്ളൊരു ഒരു സങ്കടം അതായിരുന്നു, കിട്ടിയ അവസരം മുതലാക്കണില്ല എന്നുള്ളത്. പക്ഷെ ഈ 2 അവസരങ്ങളും ഗംഭീരമായി അദ്ദേഹം അത് മുതലാക്കി. ഫൈനലിലും കൂടി അദ്ദേഹത്തിന് വളരെ ഗംഭീരമായ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. അതുവഴി ഇന്ത്യക്ക് ജയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ തന്ത്രിയാണ്. ഞങ്ങൾക്ക് ഒരു 10-300 ക്ഷേത്രങ്ങളുടെ ചുമതലയുണ്ട്. ചോറ്റാനിക്കരടക്കം ഒരു 300ഓളം ക്ഷേത്രങ്ങളിലെ ചാന്ദ്രിക ചുമതലയുണ്ട്. ശരി, താങ്ക് യു. എന്തായാലും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇന്ത്യൻ ടീം കപ്പടിക്കണേന്ന്, സഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമുക്കിത് ഇവിടെ ഒരു പെൺകുട്ടി, ഒരു മോളെ വാ 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 ഇവിടെ ഓൾറൗണ്ടർ ആണെന്ന് പറഞ്ഞു. മോളെ ഏത് മത്സരത്തിലേക്ക്? ഞാൻ അണ്ടർ 15 ഡിസ്ട്രിക്ട് എറണാകുളം. നിവേദിത ആരാണ് മോള് ഇപ്പൊ വനിതാ ക്രിക്കറ്റ് ടീമിൽ ആരാണ് മോളുടെ റോൾ മോഡൽ? സ്മൃതിയാണോ, ഹർമൻപ്രീത് ആണോ, അതോ ജമീമയാണോ? ആരാ? ജമീമ റോഡ്രിക്സ്. പറയാ. എന്നിട്ട് അപ്പൊ ആ ഫൈനലൊക്കെ കണ്ടിരുന്നു? ഫൈനൽ കണ്ടിരുന്നു. നല്ല മാച്ചസ് ആയിരുന്നു. ഫൈനൽസിൽ എല്ലാവരും നല്ലപോലെ സ്കോർ ചെയ്ത് കളിച്ചിട്ടുണ്ടായി. ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഒരു മത്സരം ഏത് വിധേനയായിരിക്കും? നമ്മൾ എത്രയേറെ ആവേശത്തോടുകൂടി നമ്മൾ പ്രതീക്ഷിക്കാം? കഴിഞ്ഞ 2 മാച്ച് കളിച്ച പോലെ തന്നെ സഞ്ജു ഈ മാച്ചും കളിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ മയ്യാക്ക് കളിക്കണം. ബോളിങ്ങും നല്ല പിടിച്ചെറിഞ്ഞ് അടുത്ത കഴിഞ്ഞ മാച്ചസ് പോലെ ക്യാച്ചൊക്കെ എടുത്തെടുത്ത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഇരിക്കും കളി ജയിച്ച് ഫൈനൽ ജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ട് അല്ലേ? നല്ല പ്രതീക്ഷയുണ്ട്. നമ്മുടെ ടീം അത്രയും സ്ട്രോങ് ആണ്. ബുംറ നല്ല ബോളിംഗ് ആയിരിക്കും. എന്തിനു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്തവണ ടീമില് തോന്നുന്നില്ല. മിക്കവാറും കഴിഞ്ഞ 2 മാച്ച് ആ ടീം വെച്ച് ജയിച്ചോണ്ട് തോന്നുന്നില്ല മാച്ച് ഉണ്ടാവുന്നു. അപ്പൊ മോള് ഓൾറൗണ്ടർ ആണല്ലേ? എന്നാലും ബോളിംഗ് ആണോ ബാറ്റിംഗ് ആണോ ഏറ്റവും ഇഷ്ടം? ഞാൻ ബാറ്റിംഗ് ആണ്. അടിപൊളി. അപ്പൊ എന്തായാലും ഭാവിയിലെ ജമീമ തന്നെ ആവട്ടെ, അന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രതികരണം എടുക്കാൻ പറയട്ടെ. ഇന്ത്യൻ ടീമിൽ കളിക്കുമ്പോ ഇന്ന് സഞ്ജുവിന് ആവേശം പറയുന്ന പോലെ നിവേദിത എന്ന് പറയട്ടെ. ഓക്കെ ചേട്ടാ, എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ആവേശം? ഇന്ന് ഞങ്ങളുടെ ഈ ആവേശം കണ്ടില്ലേ? ഞങ്ങളിപ്പോ ഇത് എങ്ങനെയും കളി പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് ഞങ്ങൾക്ക് പോയിട്ട് അതിന്റെ മുമ്പിലിരുന്ന് ഫുൾ സപ്പോർട്ട്. ഇപ്പൊ ഞങ്ങളുടെ ജേഴ്സി തന്നെ നോക്കി, ഒരു ഇന്ത്യൻ പാറ്റേൺ അല്ലേ ബ്ലാസ്റ്റേഴ്സ്. ഈ കുട്ടിയുടെ ഇപ്പൊ നിങ്ങൾ സംസാരിച്ച കുട്ടിയുടെ അച്ഛനാണ് ബാറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടി. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി 90s കിഡ്സ് അറിയാമല്ലോ, ഞങ്ങൾ അത്രയും ഹൃദയത്തിൽ കൊണ്ടുനടക്കുക ക്രിക്കറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏറ്റവും ആകാംക്ഷയോടെ ഒരു കപ്പ് കൂടി, അതായത് കണ്ടിന്യൂസ് ആയിട്ട് 2 കപ്പുകൾ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നത് ഉറ്റുനോക്കുന്ന ആൾക്കാരെ ഞങ്ങൾ. എല്ലാ പ്രാർത്ഥനയുണ്ട്, അതിലപ്പുറത്തേക്ക് സപ്പോർട്ട്. നേരിട്ടല്ലെങ്കിലും ഞങ്ങളുടെ മനസ്സുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളും ഈ ഒരു കപ്പടിക്കാനുണ്ട്. ഇന്ന് വരെയുള്ള കളികൾ കണ്ടതിൽ വെച്ചിട്ട് നിങ്ങളെ ഏറ്റവും കൂടുതൽ ആവേശമാക്കിയിട്ട് അല്ലെങ്കിൽ മെമ്മറിയിൽ തങ്ങി നിൽക്കുന്ന ആരുടെ മത്സരമായിരിക്കും? ഓൾമോസ്റ്റ് നമ്മൾ ഇന്ത്യൻ സപ്പോർട്ടേഴ്സ് ആയതുകൊണ്ട് ഇന്ത്യയുടെ തന്നെയാണ് മത്സരം നമ്മൾ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ കളിയിൽ നമുക്ക് ശരിക്കും സഞ്ജുവിന് ആ മാൻ ഓഫ് മാച്ച് കിട്ടിയെങ്കിലും ബുംറയുടെ മാജിക്കൽ ഓവർ, ഞാൻ ബേസിക്കലി ഒരു ബോളറാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഉറ്റുനോക്കിയത് ആ ഒരു ബോളിംഗ് ആണ്. ആ ഒരു ലാസ്റ്റ് 2 ഓവേഴ്സിലെ 18-19 ഓവേഴ്സിലെ ആ ഒരു അമേസിംഗ് ആയിട്ടുള്ള ബോളിംഗ് പെർഫോമൻസ്, അതാണ് നമ്മളെ ഈ ഒരു ഫൈനലിലേക്ക് എത്തിച്ചത്. സഞ്ജു പറയുകയുണ്ടായതുകൊണ്ട് അതുകൊണ്ട് തന്നെ
ഇന്ത്യയുടെ ആ ഒരു ഇതുപോലുള്ള ഡ്രാമാറ്റിക് ആയിട്ടുള്ള എൻഡിംഗ് ഉള്ള മാച്ചുകളാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതും. വിജയിക്കുകയും വേണം, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡിസപ്പോയിന്റ് ആയി പോകും. ഇപ്പൊ ഏതെങ്കിലും ബൌളിംഗിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന് വരും. വരുൺ കഴിഞ്ഞ 2 കളികളായിട്ട് അധികം ഫോം ചെയ്യുന്നില്ല. കുൽദീപ് അതെ, എക്സാക്ട്ലി. അത് കാരണം ഒരു ചേഞ്ച് അത്യാവശ്യമാണ്. കാരണം കുറച്ചുകൂടി വേരിയേഷൻ ബോളുകൾ എറിയാൻ കുൽദീപിന് ഒരുപക്ഷെ കഴിഞ്ഞേക്കും. കാരണം എക്സ്പീരിയൻസ് ആണ് ആള്. ഏജ് ഒരു ഫാക്ട് അല്ല ഇതിനകത്ത്. ശരിക്കും ഏജ് ഫാക്ട് അല്ല എന്ന് പറയാൻ ഞങ്ങളിപ്പോൾ 45-46 വയസ്സുള്ള ആൾക്കാരെ ഇവിടെ കളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചേഞ്ച് നല്ലതാണ് ശരിക്കും സ്പിന്നിൽ വരുന്നത്. കുറച്ചുകൂടിയൊക്കെ ബെറ്റർ ആയിരിക്കും. അർഷദീപ് നന്നായിട്ട് ബോൾ എറിഞ്ഞല്ലോ. കഴിഞ്ഞ ബോൾ നന്നായിട്ട് എറിഞ്ഞു. അതിലും മനോഹരമായിട്ട് ഈ ഒരു മാച്ചിൽ എറിയാൻ കഴിഞ്ഞു. വൈഡ് പോകുമ്പോഴാണ് നമുക്ക് അല്ല, അത് ടെക്നിക്കാണ് ശരിക്കും. ഒരു ബോളറുടെ ടെക്നിക്കാണ് ശരിക്കും. കാരണം ഒരു ബാറ്റർ അതിൽ അടിച്ചു നിൽക്കുമ്പോൾ ഒരു വൈഡിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അയാൾക്ക് അടിക്കാനുള്ള ടെൻഡൻസി കൂടും. എവിടെയെങ്കിലും ഒരു ക്യാച്ച് ചാൻസ് ഉറപ്പാണ്. ആ ഒരു 4ാമത്തെ ബോൾ ശരിക്കും കണ്ടത് ക്യാച്ചായിരുന്നു. അതെവിടെ ശരിക്കും അത് മിഡിൽ പോകൊണ്ടാണ് ബൗണ്ടറിയിൽ മനോഹരമായിട്ട് അക്സർ ക്യാച്ച് കൊടുക്കുകയും ചെയ്തു. അതൊരു ഐഡിയ ആണ് ബോളറെ. അതാ വൈഡ് വഴങ്ങിയിട്ട് 6 വഴങ്ങിയാൽ അത് ഫെയിലിയറാണ്. അത് ശരിക്കും അത് ഒരു എക്സ്പീരിയൻസ് എന്ന് തന്നെ പറഞ്ഞിരിക്കും. ഉഗ്രൊരു ബോളിംഗ് ആയിരുന്നു ഔട്ട് സൈഡിലേക്ക് എറിഞ്ഞ ബോളുകളെല്ലാം. അത് നമ്മൾ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ വേണം. അപ്പോ ഇന്ന് ഇന്ത്യ കപ്പ് തൂക്കും തീർച്ചയായിട്ടും. സഞ്ജു എത്ര റൺസ് സെഞ്ചുറി എടുക്കും? സഞ്ജു 100-നടുത്ത് അടിക്കും. ഈ പ്രാവശ്യം കൂടെ എന്തായാലും സഞ്ജു 100 അടിക്കും എന്നാണ് ഞങ്ങൾ വിശ്വാസമുള്ളത്. അതെ, അഭിലാഷ്, അങ്ങനെയാണ് ആരാധകരുടെ ഒരു പ്രതീക്ഷ. സഞ്ജു സെഞ്ചുറി അടിക്കും, ബുംറയുടെ മികച്ച പ്രകടനം, ചിലപ്പോൾ ടീമിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരാനുള്ള ഒരു സാധ്യതയുണ്ടെന്നൊക്കെ പലതരത്തിലുള്ള പ്രഡിക്ഷൻ ഉണ്ട്. എന്തായാലും ഇന്ത്യ കപ്പെടുക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. സഞ്ജു സെഞ്ചുറി അടിക്കട്ടെ. തിരിച്ച് തിരുവനന്തപുരത്തേക്ക് സഞ്ജു വരുമ്പോൾ അത്രയേറെ അഭിമാനത്തോടു കൂടി, നമുക്ക് സന്തോഷത്തോടു കൂടി സഞ്ജുവിനെ വരവേൽക്കാം. നമ്മൾ കാത്തിരിക്കുകയാണ് അഭിലാഷ്. യെസ്, എന്തായാലും നവമി നേരത്തെ സംസാരിച്ചപ്പോൾ ഒരു ക്രിക്കറ്റ് പ്രേമി അദ്ദേഹം പറഞ്ഞത് എപ്പോഴൊക്കെ ഇന്ത്യൻ ടീമിൽ മലയാളിയുണ്ടോ അപ്പോഴെല്ലാം കപ്പടിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ സഞ്ജു സാംസണും ആ കപ്പുമായി തന്നെ നവമി സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കേരളത്തിലേക്ക് എത്താൻ പറ്റണം എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് സഞ്ജു ഇപ്പോൾ ടീമിന്റെ ഒരു നട്ടെല്ലായി പ്രവർത്തിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.